ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ 3 പേരും അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ എന്നോട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. വളരെയധികം സന്തോഷം കേട്ടപ്പോൾ. അപ്പോൾ ഞാൻ ഇനിയും നമ്മുടെ വീഡിയോസ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇന്ന് ഞങ്ങൾ 5 പേരും കൂടി പോകുന്നത് ഒരു പ്ലേ ബോക്സ് എന്ന് പറഞ്ഞുള്ള ഒരു സെൻറ്ററിലേക്കാണ്. മേക്കുട്ടി ഈ ടി വിയിലൊക്കെ കണ്ടിട്ട് ഗെയിം കളിക്കണമെന്ന് കുറേ ദിവസമായി ഞങ്ങളോട് പറയുന്നു. അപ്പോൾ അവൾക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂട്ടത്തിൽ ഞങ്ങൾക്കും സന്തോഷിക്കാമല്ലോ, ഞങ്ങളൊരു പ്ലേ ബോക്സിലേക്ക് പോവുകയാണ്. ഞങ്ങളൊരു മോളിലേക്ക് വന്നിരിക്കുകയാണ് മേക്കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. ആയതുകൊണ്ട് തന്നെ ഇത് വേഗം അടയ്ക്കും. ഇനി ഒരു അരമണിക്കൂറേ ഉള്ളൂ, അതുകൊണ്ട് ടിക്കറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളത് മേൽക്കുട്ടിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ ഞങ്ങളവിടെ ചെറിയൊരു കപ്പ് പോലുള്ളൊരു ഇതുണ്ടായിരുന്നു, അതിൽ കയറിയിരുന്ന് അവളെ ഒന്ന് സമാധാനപ്പെടുത്തി. ഈ ബൈക്ക് കണ്ടപ്പോഴായിരുന്നു എനിക്ക് ഇതൊന്ന് ഓടിക്കണം എന്ന് തോന്നിയിരുന്നത്. ഇതാണിപ്പോൾ നമ്മൾ കയറിയ കപ്പ്. അത് കാണുന്ന പോലെയല്ല, അതിൽ കയറി നന്നായിട്ട് തല ചുറ്റുന്നുണ്ട്. ഇതൊക്കെ വെറുതെ അവളുടെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. ഇതൊന്നും ഞങ്ങൾക്ക് ടിക്കറ്റ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളോട് വെറുതെ എടുത്തിട്ട് ചെയ്തോളാൻ പറഞ്ഞതാണ്. മീക്കുട്ടിയുടെ സങ്കടം കണ്ടപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ വരാം, വേറെ സ്ഥലം പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. ആ റിങ് കണ്ടോ, അത് ഇവിടുത്തെ ഫേമസ് ആണ്. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. ഞങ്ങളങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് പുതിയൊരു ഗെയിം സെൻറ്റർ തപ്പി നടക്കുകയാണ്. അവിടെ ഒരാൾ നായയും വെച്ചിട്ട് ഭിക്ഷ യാചിക്കുന്നത് കണ്ടോ, ഇതൊരു പതിവ് കാഴ്ചയാണ് ഇവിടുത്തെ. മോൺട്രിയലിലെ ഒരു പ്രത്യേകത, എപ്പോഴും റോഡ് കൺസ്ട്രക്ഷൻ വർക്കായിരിക്കും കേട്ടോ. ഇതിന് നല്ല ചീത്തപ്പേര് കേട്ട സ്ഥലമാണ് മോൺട്രിയൽ. നമ്മളങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് പോയ അത്ര വലുതല്ല, ഒരു ചെറുതായിരുന്നു. പക്ഷേ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു അവിടെ. ഇവിടെ നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കാർഡാണ് തന്നിരുന്നത്. നമുക്ക് അത് റീചാർജ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും കളിക്കാം. ഫസ്റ്റ് ഞങ്ങൾ $20 അത് റീചാർജ് ചെയ്തത്. അങ്ങനെ മിനിക്കുട്ടിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവളെ എല്ലാത്തിനും മാറി മാറി കളിക്കുകയായിരുന്നു. ചെന്നപ്പോൾ തന്നെ ഞങ്ങളുടെ കണി ഈ ബൈക്കിലായിരുന്നു. മിനിക്കുട്ടിക്കാണ് വന്നതെങ്കിലും നമ്മളും കൂട്ടത്തിൽ എൻജോയ് ചെയ്യുമല്ലോ. ഞങ്ങളെല്ലാവരും ബൈക്കിൽ കയറുക എന്ന് പറഞ്ഞപ്പോൾ മിഴിക്കും ബൈക്കിൽ കയറണം, പക്ഷെ അവൾക്ക് അതെല്ലാം വലുതായിരുന്നു. പിന്നെ ഇത് വലിയവർക്ക് കളിക്കാൻ പറ്റിയ ഒന്നായിരുന്നു, അവൾക്ക് പറ്റാത്തതാണ്. എന്നാലും അവളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ അതിലിരുത്തി. ഇങ്ങനത്തെ ഒരു
കാർഡാണ് നമുക്ക് കിട്ടിയത്. അത് അവിടെ സ്വൈപ്പ് ചെയ്ത് വെച്ചാൽ നമ്മുടെ കാശ് പോയിക്കോളും, നമുക്ക് കളിക്കുകയും ചെയ്യും. ഇതൊരു VR ഗെയിമാണ്, അതുകൊണ്ട് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാമല്ല. ഇത് അടിപൊളിയായിരുന്നു. ഇത് ഞങ്ങൾ 4 പേരും എൻജോയ് ചെയ്തു. അവർക്ക് കളിക്കണമെന്ന്. പ്രജേട്ടൻ ഇവിടെ ആറാടുകയാണ് സുഹൃത്തുക്കളെ, ആറാടുകയാണ്. മിഴിക്കുട്ടി അത് പറിച്ചെടുക്കുന്ന പോലെയായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇതായിരുന്നു എനിക്കും അവൾക്കും പറ്റിയൊരു ഗെയിം എന്ന് പറയുന്നത്. ഫുള്ള് വെള്ളം അടിച്ചാണ് തകർക്കുക. അവസാനം ഇതാ എൻ്റെ കൂടെ വന്നെത്തി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു VR ഗെയിം കളിക്കുന്നത്, അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. ഇത് കളിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണേ, ശരിക്കും നമ്മൾ ആ വേൾഡിൽ പോയി കളിക്കുന്ന പോലെ ഉണ്ടായിരിക്കും. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തവർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നാളെ അടിപൊളി കാഴ്ചകളാണ്. ഒരു അടിപൊളി റെസ്റ്റോറൻറ്റും പിന്നെ ഫെറീസ് വീലിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വരുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.